നീറവയിലേക്ക് ഏവർക്കും സ്വാഗതം. ദൈവവചനവുമായി വീണ്ടും നിങ്ങളുടെ മുൻപിൽ നിൽക്കുവാൻ കർത്താവ് തന്ന് ഈ അവസരത്തിനായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. നാം കഴിഞ്ഞ രണ്ടാഴ്ചയായി 2 വീഡിയോയിലും തുടർച്ചയായി ചിന്തിച്ച കാര്യത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇന്ന് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. എന്നോട് ഹൃദ്യമായി സംസാരിച്ച് എന്നോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചന ഭാഗങ്ങളാണ് ഞാൻ ഇങ്ങനെ ഷെയർ ചെയ്യുന്നത്. ദൈവകൃപയ്ക്ക് വിധേയരായവരോട് ആവശ്യപ്പെടുന്ന 2 കാര്യങ്ങൾ, വർജിക്കാൻ ആവശ്യപ്പെടുന്ന 2 കാര്യങ്ങൾ നാം വിസ്താരമായി ചിന്തിച്ചു. കഴിഞ്ഞ വീഡിയോയിൽ അക്കാര്യം പറഞ്ഞിരുന്നല്ലോ. നമുക്കൊരു ഭാഗ്യകരമായ പ്രത്യാശയുണ്ട്. അതിൽ നിന്ന് നമ്മെ തെറ്റിക്കുന്നതാണ് അത് രണ്ടും, ഭക്തികേടും പ്രപഞ്ചവും. അത് വർജിച്ചാൽ, അത് വിട്ടാൽ, അത് ഉപേക്ഷിച്ച് നാം അടുത്ത വാക്യത്തിൽ കാണുന്നത്, അത് വർജിച്ചിട്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സുബോധത്തോടെ, നീതിയോടെ, ദൈവഭക്തിയോടെ ജീവിക്കണമെന്ന് ദൈവത്തിൻ്റെ ഈ ദൈവകൃപ തന്നെ അതിനുവേണ്ടിയാണ് നമുക്ക് ശിക്ഷണവും ഉപദേശവും തരുന്നത്. അപ്പോൾ എന്താണ് സുബോധത്തിൽ ജീവിക്കുക? എന്താണ് നീതിയോടെ ജീവിക്കുക? എങ്ങനെയാണ് ദൈവഭക്തിയോടെ ജീവിക്കുന്നത്? ദൈവഭക്തന്മാർക്ക് ലോകത്തിൽ ജീവിക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും സാധിക്കും. അല്ലെങ്കിൽ ഒരിക്കലും ദൈവാത്മാവ് ദൈവദാസനിൽ കൂടി ഇങ്ങനെ നമ്മോട് പറയില്ല. ലോകം എത്ര മാറിയാലും, എത്ര വഷളായാലും, എന്തായാലും ദൈവത്തിൻ്റെ വ്യവസ്ഥയ്ക്കും ദൈവകൃപയ്ക്കും മാറ്റമില്ലല്ലോ. അപ്പോൾ എന്താണ് സുബോധത്തോടെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ? റോമാലേഖനം 13-ാം അധ്യായത്തിൽ ഒരു വാക്യമുണ്ട്. അത് ഈ വാക്കല്ല, 13-ാം വാക്യം. പകൽ സമയത്ത് എന്ന പോലെ നാം മര്യാദയായി നടക്കും. സെൻസിബിൾ, നാം സുബോധത്തോടെ നടക്കാമെന്നർത്ഥം. ക്രിസ്തീയ ജീവിതം സുബോധത്തിൻ്റെ ജീവിതമാണ്. തെളിഞ്ഞ ബുദ്ധി. ഈ സുബോധത്തിന് തമിഴിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് തെളിഞ്ഞ ബുദ്ധി. നല്ല വാക്കാത്. തെളിഞ്ഞ ബുദ്ധി. നാം തെളിഞ്ഞ ബുദ്ധിയോട് ജീവിക്കുക, ബുദ്ധിയിൽ തെളിമയുള്ളവരാകുക. അതെങ്ങനെയാണ് സാധിക്കുന്നത്? തെസ്സലോനിക്ക ലേഖനത്തിലും സുബോധത്തോട് ജീവിക്കുന്ന കാര്യം പറയുന്നുണ്ട്. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കുക. ചില വേദപുസ്തകത്തില് അതിനെക്കുറിച്ച് 1-2 ഉദാഹരണങ്ങൾ നമുക്ക് കാണാം. സുബോധം വന്നതിനെ കുറിച്ച് അത് ചിന്തിക്കുമ്പോൾ നമുക്ക് കുറച്ചൊക്കെ കാര്യങ്ങൾ വ്യക്തത കിട്ടും. സുബോധമായിരിക്കുക. ഈ എല്ലാവരും അവനെ മുടിയൻ പുത്രൻ എന്ന് പറയും. പക്ഷേ അവനാ ബുദ്ധിമാൻ. ഒരു മുടിയൻ ദൂത്തുപുത്രൻ്റെ കഥ കർത്താവ് പറഞ്ഞല്ലോ. എല്ലാം നശിപ്പിച്ചു. അവൻ്റെ വീതം കിട്ടിയതെല്ലാം നശിപ്പിച്ചു. പിന്നെ ചെന്ന് പന്നിയെ മേയ്ക്കാൻ പോയി. എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ എഴുതിയിട്ടുണ്ട് അവനെക്കുറിച്ച്. ലൂക്കോസ് സുവിശേഷത്തിൽ 15-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ കാണാം: അപ്പോൾ സുബോധം വന്നിട്ട് അവൻ, എൻ്റെ അപ്പൻ്റെ എത്ര കൂലിക്കാർ ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു, ഞാനോ വിശപ്പുകൊണ്ട് നശിച്ചു പോകുന്നു. അടുത്ത വാക്യങ്ങൾ അവൻ ചെയ്യാൻ പോകുന്ന കാര്യം പറഞ്ഞു. സുബോധം വന്നപ്പം അപ്പൻ്റെ വീടിനെ കുറിച്ച് ഓർമ്മയുണ്ടായി. സുബോധം വന്നപ്പോൾ തന്നെ കുറിച്ച് തന്നെയുള്ള ബോധം ഉണ്ടായി. തൻ്റെ അവസ്ഥയെക്കുറിച്ച്
അപ്പോൾ സുബോധത്തോടെ ജീവിക്കുന്ന വ്യക്തിക്ക് ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടായിരിക്കും. എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? തന്നെ ഉള്ളവണ്ണം കാണാൻ. വിശപ്പുണ്ട്, ഞാൻ നശിക്കുകയാണ്, ഞാൻ വിശപ്പുകൊണ്ട് നശിച്ചു പോകുന്നു എന്ന് അവനോട് ആരും പറഞ്ഞു കൊടുത്തതല്ല, അവന് സുബോധം വന്നപ്പം മനസ്സിലായി. നമ്മുടെ അവസ്ഥയെക്കുറിച്ചുള്ള ശരിയായ ബോധമുണ്ടാകും. മാത്രമല്ല അപ്പൻ്റെ വീടിനെ കുറിച്ചുള്ള ബോധമുണ്ടാകും. എന്താ പിതൃഭവനത്തിൽ എന്തുണ്ട്, അവിടെ എന്തൊക്കെയുണ്ട്, അവിടെ അവൻ പറയുന്നുണ്ട് അനേകർ വേലക്കാർ പോലും ഭക്ഷണം കഴിച്ച് ശേഷിപ്പിക്കുന്നു. എത്ര കൂലിക്കാർ തിന്നുക മാത്രമല്ല വേസ്റ്റാകും, ശേഷിപ്പിക്കുന്നു. ഞാനിവിടെ കിടന്ന് പൊരിയുന്നു. അപ്പോൾ പിതാവിൻ്റെ ഭവനത്തിലെ സമൃദ്ധിയെക്കുറിച്ച്, പിതാവിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, പിതാവിൻ്റെ കരുതലിനെ കുറിച്ച് ഒക്കെ ഉള്ള ബോധം അവനുണ്ടായി. ഇപ്പം ശരിക്കും പറഞ്ഞാൽ സുബോധം നമുക്കുണ്ടെങ്കിൽ, നാം സുബോധത്തോടെ ജീവിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ അവസ്ഥകൾ, നമ്മുടെ നിലയറിഞ്ഞ്, നമ്മുടെ വീടിനെ കുറിച്ചുള്ള ചിന്തിച്ച്, നമ്മുടെ ഉള്ള അവസ്ഥയിൽ നാം സന്തോഷത്തോടെ അത് ആഗ്രഹിക്കാൻ, വീട്ടിലെത്താൻ ഉള്ള വെമ്പൽ നമ്മളുണ്ടാകും. മറ്റു വാക്കിൽ പറഞ്ഞാൽ അവന് അന്ന് സുബോധം വന്നോടനെ അവൻ എഴുന്നേറ്റു. പിന്നെ ഒരിക്കലും അവിടെ ഇരുന്നില്ല. അവൻ എഴുന്നേറ്റു. ഉള്ള അവസ്ഥയിൽ അവൻ തിരിച്ചുപോയി. അവൻ വിചാരിച്ച പോലല്ല അപ്പൻ അവനെ സ്വീകരിച്ചു. അവൻ്റെ ചിന്ത അപ്പൻ വിലക്കാലത്തിനെ പോലെയും ആക്കണമെന്നായിരുന്നു. പക്ഷേ അവനെ ആക്കിയത് അങ്ങനെയല്ലല്ലോ. അപ്പോൾ സുബോധമുള്ളവൻ, ഞാൻ ഈ ലോകത്തിൽ സുബോധത്തോടെ ജീവിച്ചാൽ എൻ്റെ ദൈവത്തിൻ്റെ കരുതലിനെ കുറിച്ച്, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച്, എനിക്കുള്ള ഭവനത്തെക്കുറിച്ച് ഉള്ള ബോധം എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകത്തില്ല, ഒരിക്കലും മായത്തില്ല. മാത്രമല്ല ഈ ലഘ്വൻ ബാധിച്ച മനുഷ്യൻ്റെ കാര്യം കൂടെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അവനെ ലഘ്വൻ ബാധിച്ച മനുഷ്യൻ ആർക്കും അവനെ അടക്കാൻ പറ്റിയില്ല. യേശു അവനിലെ ഭൂതത്തെയെല്ലാം പുറത്താക്കി കഴിഞ്ഞപ്പോഴോ അതുവരെ വസ്ത്രം ധരിക്കുകയില്ല, തന്നെത്താൻ നിരപ്പിക്കുന്നു, മറ്റുള്ളവർക്ക് തലവേദന, വലിയ പ്രശ്നം. എന്നാൽ സുബോധം വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ, അവൻ ഇരിക്കേണ്ട അവൻ്റെ പാദത്തിലിരുന്നു. സ്തോത്രം. പിന്നെ അവൻ യേശുവിൻ്റെ പാദത്തിലേക്ക് ആളുകളെല്ലാം വന്നുകൂടി നോക്കിയപ്പോൾ അവൻ വസ്ത്രം ധരിച്ചു. അതുവരെ തുണിയും കൊണ്ട് ആരെങ്കിലും പോയാൽ അവനെ തല്ലുമായിരുന്നു എൻ്റെ ഭാഷയിൽ. എന്നാൽ സുബോധം വന്നപ്പോൾ ഞാൻ നഗ്നനാണ് എന്നവന് ബോധ്യമായി. അന്നേരത്ത് വസ്ത്രം ധരിച്ചു. മാത്രമല്ല ആരുടെ പാദത്തിൽ? യേശുവിൻ്റെ പാദത്തിൽ. അപ്പോൾ നാം ലോകത്തിൽ സുബോധത്തോടെ ജീവിച്ചാലുണ്ടല്ലോ, നാം കർത്താവിൻ്റെ പാദം വിട്ട് പോകത്തില്ല. അവൻ്റെ എന്ത് വന്നാലും നിന്റെ പാദം വിട്ട് ഞാൻ പോവുകയില്ല, എനിക്ക് നീ മതി. കാര്യം സുബോധം വരുമ്പോൾ കാര്യങ്ങളെ ശരിയായി വിലയിരുത്താൻ, ഉള്ള അവസ്ഥ കാണാൻ, വസ്തുക്കളെ കാണാൻ, അല്ലെങ്കിൽ നല്ലതേത് ചീത്ത ഏത് എന്ന് തിരിച്ചറിയുവാൻ സുബോധമുള്ളവനെ കഴിയത്തുള്ളല്ലോ. സുബോധം വന്നാൽ കർത്താവിൻ്റെ ഭാഗത്തിരിക്കും. ശരിക്കും പറഞ്ഞാൽ സുബോധം ഇല്ലാത്തത് കൊണ്ടാണ് കർത്താവിൻ്റെ ഭാഗത്ത് ഇരിക്കേണ്ട പോലെ ഇരിക്കാത്തേ, യേശു ക്രിസ്തുവിനെ അന്വേഷിക്കേണ്ട പോലെ അന്വേഷിക്കാത്തേ. വെറുതെ അല്ല പറയുന്നേ, ലോകത്തിൽ സുബോധത്തോടെ ജീവിക്കണം. ദൈവകൃപ എന്നെ ശിക്ഷിച്ച, എന്നെ വാൺ ചെയ്ത്, എനിക്ക് മുന്നറിയിപ്പ് തന്ന്, എന്നെ കഠിനമായി പ്രബോധിപ്പിക്കുന്ന എന്തിനാ? നിനക്കിരിക്കാനൊരു സ്ഥലമുണ്ട്, നിനക്ക് ധരിക്കാൻ കുറെ വിശേഷ വസ്ത്രങ്ങളുണ്ട്, നിനക്ക് തിന്ന് ശേഷിപ്പ് സമൃദ്ധി തരുന്ന ഒരു വീടുണ്ട്. ഭാരം ചുവന്ന് മറ്റുള്ളവരെ പോലെ ഉപജീവന ചിന്തകളാലും ഉത്കണ്ഠകളാലും മറ്റ് പ്രശ്നങ്ങളാലും ആകുലപ്പെട്ട് ചിന്താകുലപ്പെട്ട് തിളച്ചു മറിയേണ്ടതല്ല നിന്റെ ജീവിതം. നിന്റെ ഭാരമെല്ലാം ചുമക്കാൻ, നിനക്ക് വേണ്ടി കരുതാൻ, നിന്റെ അവസ്ഥ മാറ്റാൻ, നിന്നെ നടത്താൻ ഒരുത്തൻ, എനിക്ക് നിന്റെ അപ്പൻ ജീവിക്കുന്നു, അവൻ കഴിവുള്ളവനാണ്, നീ അവൻ്റെ കാൽക്കൽ ചെന്നിരിക്കുക എന്ന് എനിക്കും നിങ്ങൾക്കും ബുദ്ധി പറയാൻ ദൈവ ബുദ്ധി പറയുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് സുബോധത്തോടെ ജീവിക്കാനാണ്.
അല്ലെങ്കിൽ സുബോധം നമുക്കുണ്ടെങ്കിൽ നാം ഈ അനുഭവിക്കും. അതാ യാഥാർത്ഥ്യങ്ങളെ കാണും, ഉള്ളതിനെ ഉള്ളതുപോലെ അറിയും. സ്തോത്രം. സുബോധമില്ലാത്തവനോട് നാം എത്ര പറഞ്ഞാലും എത്ര ഉപദേശിച്ചാലും ഒരു കാര്യവുമില്ല, അവന് മനസ്സിലാകത്തില്ല. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളിൽ നിന്ന് ഒരു കാര്യം മനസ്സിലായല്ലോ, സുബോധത്തോടെ ജീവിക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായ മാറ്റങ്ങളിൽ നിന്ന്, വ്യത്യാസങ്ങളിൽ നിന്ന് നമുക്ക് തന്നെ മനസ്സിലാക്കാം. മാത്രമല്ല വേറൊരു സംഭവം അപ്പോസ്തല പ്രവൃത്തിയിലുണ്ട്. പത്രോസിനെ കൊല്ലാന് ഹെരോദാവ് പിറ്റേ ദിവസം അവനെ മിക്കവാറും അവനെ വധശിക്ഷ നടപ്പാക്കും. അപ്പോൾ കാവൽക്കൂട്ടമെല്ലാം കാത്തിരിക്കുക. അപ്പോൾ സുപ്രവൃത്തി 12-ാം അധ്യായത്തിലുണ്ടല്ലോ, എല്ലാവരും കാവൽക്കൂട്ടമെല്ലാം കാത്തിരിക്കുക. സുരക്ഷിതമായി 4 കാവലാവളെ, 2 പട്ടാളക്കാരെ എല്ലാ പൗലോസ് കിടന്ന് ഉറങ്ങുന്നത്, അല്ലെങ്കിൽ 2 കാവൽക്കാരുടെ ഇടയ്ക്ക്, അതിനിടയ്ക്കും കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്ന ദൈവദാസൻ, അത് വേറൊരു കാര്യം. ദൈവത്തിൻ്റെ ദൈവിക സംരക്ഷണത്തിൻ്റെ ശ്രേഷ്ഠത, ആശ്രയത്തിൻ്റെ ശ്രേഷ്ഠത അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ദൂതൻ അവനെ തട്ടി എഴുന്നേൽപ്പിച്ച് അവിടുന്ന് അവന് പുറത്തു വന്നു. 1-ാം കാവലും 2-ാം കാവലും കടന്നു, ഇരുമ്പുവാതിലും കടന്ന് അവർ പുറത്തു വന്നു. ഒരു സ്ട്രീറ്റ് നടന്നു കഴിഞ്ഞു. അതുവരെ ഒരാളൂടെ ദൂതൻ പത്രോസിനെ കൊണ്ട്, അന്നുവരെ അത്രയും നേരം ഇതെല്ലാം നടന്നിട്ട് പത്രോസിന് കാര്യം മനസ്സിലായില്ല. പിന്നീടാണ് അദ്ദേഹം കാര്യം അറിയുന്നത്. അയ്യോ, കർത്താവിനെ അവന് അപ്പോൾ പോയിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു എത്തിയപ്പോൾ അവൻ വിളിച്ചു, വിശ്വാസികളെ വിളിച്ചു. ദൈവിക വിടുതലിനെ കുറിച്ച് അവന് പറയാനുണ്ട്. സുബോധമുള്ളവന് കർത്താവ് വിടുവിച്ചതിനെ കുറിച്ച് ധാരാളം പറയാനുണ്ട്. മറ്റ് കഥകളൊന്നും പറയാനില്ല. എൻ്റെ കർത്താവിൻ്റെ വിടുതൽ, എൻ്റെ കർത്താവ് നടത്തിയത് മരണം വരെ അവന് പറയാനുണ്ട്. അപ്പോ ഈ ലോകത്തിൽ സുബോധത്തോടെ ജീവിച്ചാൽ നമ്മെക്കുറിച്ച് ഒന്നും പറയാൻ കാണത്തില്ല. ഇന്ന് നാം പ്രസംഗവേദികളിൽ കേൾക്കുന്നത് തങ്ങളെക്കുറിച്ച് തന്നെ അങ്ങ് തട്ടിവിടും. കർത്താവിനെ കുറിച്ചൊന്നും പറയാനില്ല. ഞാൻ പല സ്ഥലത്ത് പോകുമ്പോൾ ഇടയ്ക്കെന്ന് പറഞ്ഞോട്ടെ, കാണുന്നത് പറയുക, അല്ലാതെ ഒന്നും അതിശോക്തി പറയുകയല്ല. പണ്ടൊക്കെ ഒരു ആത്മീയ ശുശ്രൂഷയ്ക്ക് നാം പോയാൽ 10 ദൈവദാസന്മാരുണ്ടെങ്കിൽ ചുരുങ്ങിയ വാചകങ്ങൾ അവരെ ഒന്ന് പരിചയപ്പെടുത്തി ഒന്ന് കഴിഞ്ഞു. എന്നാൽ ഇന്ന് അധ്യക്ഷൻ്റെ വക ഒന്ന്, മറ്റേ പരിചയപ്പെടുത്തുന്ന ആളുടെ വക ഒന്ന് മോസ്തുതിയുടെ കുമ്പാരം കൊണ്ടങ്ങ് നിറയ്ക്കുക. കർത്താവിൻ്റെ ഒരു സ്ഥാനവുമില്ല. പാവപ്പെട്ട കർത്താവിനെ ക്ഷമിക്കണമെന്ന് പറയുന്നതിൽ പാവപ്പെട്ട കർത്താവിൻ്റെ വിലയേറിയ ദാസനായി ആളുകളെ അങ്ങ് പോക്കി കാണിക്കുക. ഒന്നും കർത്താവിന് വിടുതൽ പറയാനില്ല. എൻ്റെ കർത്താവ് എനിക്ക് മറ്റു ഭക്തന്മാരോട് ചോദിച്ചാൽ 2 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ വായിച്ചു നോക്കിയാൽ കാണാം, ഇത്ര ഭയങ്കര മരണത്തിൽ നിന്ന് ദൈവം ഞങ്ങളെ വിടുവിച്ചു, അവൻ വിടുവിക്കും, മേലാലും വിടുവിക്കും. സ്തോത്രം. അത് അപ്പോസ്തലന്മാർക്ക് പറയാനുണ്ട്. എന്താ കാരണം എന്നറിയാവോ? ദൈവീയ വിടുതൽ അവർ അനുഭവിച്ചു. സുബോധത്തിൽ ജീവിക്കുന്ന വ്യക്തി, ഈ നാം അത് ഉപദേശമായിട്ടല്ല എടുക്കുന്ന, ഉദാഹരണങ്ങളായിട്ട് എടുത്തതാണ്. അവർക്കൊക്കെ സുബോധം വന്നപ്പോൾ അവർക്ക് കാര്യങ്ങൾ ബോധ്യമായി, അതിനനുസരിച്ച് അവർ നീങ്ങി. ഇതുപോലെ നാം സുബോധത്തോടെ ജീവിച്ചാൽ സത്യമറിയും, കാര്യങ്ങൾ ബോധ്യമാകും. ദൈവത്തിൻ്റെ ആത്മാവ് നടത്തേണ്ടുന്ന വഴിയെ നമ്മൾ നടത്തും. മാത്രമല്ല, അതുമൂലം കർത്താവിൻ്റെ നാമം വളരെ മഹത്വപ്പെടും. സുബോധത്തോടെ ജീവിക്കുന്നതിന് പെട്ടെന്ന് അബദ്ധം വരത്തില്ല. സുബോധത്തോടെ നടന്നാൽ അവൻ ശരിയായി നീങ്ങും. ആപത്ത് അവന് ശരിയായി മനസ്സിലാവും. ആപത്ത് വരുമ്പോഴും അവന് നോക്കിക്കണ്ട് നിൽക്കും. അല്പബുദ്ധിയോ നേരെ ചെന്ന് ഛേദപ്പെടുന്നു എന്ന് സദൃശവാക്യത്തിലുണ്ട്.
ഈ ലോകത്തിൽ സുബോധത്തോടെ മാത്രമല്ല, അടുത്ത് പറയുന്നു നീതിയോടെ. സ്തോത്രം. നീതിയോടെ. നീതിക്ക് ഇംഗ്ലീഷ് എല്ലാ ഇംഗ്ലീഷ് ബൈബിളിൽ കാണുന്നത് ജസ്റ്റിസ് അല്ല, റൈറ്റസ്നെസ്. റൈറ്റസ്നെസ് അല്ലെങ്കിൽ നേരോടെ. ഡു ദ റൈറ്റ് തിങ്. നേരായ കാര്യം ചെയ്യുക. നീതിയോടെ ജീവിക്കുന്നവൻ ദൈവത്തിൻ്റെ നീതിമാനാണ്. അവൻ നേരായ കാര്യം ചെയ്യും. നേര് വിട്ട ഒരു വക്രതയും അവന് കാണത്തില്ല. 101 സങ്കീർത്തനത്തില് സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഞാൻ നീച കാര്യം എൻ്റെ മുമ്പിൽ വയ്ക്കുകയില്ല. ക്രമം കെട്ടവരുടെ പ്രവൃത്തിയെ ഞാൻ വെറുക്കും. സ്തോത്രം. ഇന്നോ എല്ലാ ക്രമക്കേട്ടിനും കൂട്ടു നിൽക്കുന്ന വഷത്വത്തിൻ്റെ പടുകുഴി കിടക്കുന്ന ഒരവസ്ഥയായി ക്രിസ്തീയ ലോകം മാറിയെന്ന് ദുഃഖത്തോടെ പറയട്ടെ. എല്ലാത്തിനും നമുക്ക് ന്യായീകരണമുണ്ട്. എന്നാൽ ക്രമം, ദൈവത്തിന് ഏറ്റവും പ്രധാനമായ ക്രമം. ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, ഓർഡർ ഈസ് ഹെവൻസ് ഫസ്റ്റ് ലോ. ക്രമം, എല്ലാം ക്രമത്തിലാണ് ഉണ്ടാക്കിയ ദൈവം. ഒരൊറ്റ കാര്യവും ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ദൈവം ക്രമക്കേട് ഉണ്ടാക്കിയിട്ടില്ല. അവൻ്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പിശാചിന് വഴിപ്പെട്ടപ്പോൾ അവൻ മാത്രമേ ക്രമക്കേടി പോകുന്നുള്ളൂ. സ്തോത്രം. അപ്പോൾ നിഷ്കളങ്ക മാർഗത്തിൽ, നേരായ മാർഗത്തിൽ, നീതിയോടെ ജീവിക്കുന്ന ഒരു കൂട്ടമാണ് കർത്താവിൻ്റെ വരവിനെ കാത്തിരിക്കുന്നവർ. ഇന്ന് ദൈവകൃപയുടെ ഉപദേശം വേണ്ടാലോ. ഇടയ്ക്ക് സന്ദർഭവശാ പറഞ്ഞോട്ടെ, ഇന്നത്തെ ആളുകൾക്ക് ഉപദേശം വേണ്ട. ഉപദേശം കൂടുതൽ പറയരുത്. എന്നോടും പലരും പറഞ്ഞിട്ടുണ്ട്, ഉപദേശം പറയരുത്, പിന്നെ സുവിശേഷം പറയണം. എന്താ സുവിശേഷം? സുവിശേഷത്തിൽ നിന്ന് ഉപദേശം മാറ്റിയാൽ തീർന്നു. ഇവിടുന്ന് രക്ഷിച്ച അങ്ങ് കൊണ്ടെത്തുന്ന വരെയുള്ളതെല്ലാം സുവിശേഷത്തിൻ്റെ ഭാഗമാണ്. അതാ നാം വായിച്ച വാക്യത്തിലും ദൈവകൃപ ഉദിച്ചെങ്കിൽ, രക്ഷാകരമായി ദൈവകൃപ ഉദിച്ചെങ്കിൽ ആ കൃപയുടെ പ്രവൃത്തിയാണ് തുടർന്ന് കാണുന്നത്. കൃപയ്ക്ക് വിധേയരായവരെ ഒരു ഭാഗ്യകരമായ പ്രത്യാശ അവർക്കായി ഒരുക്കിയിരിക്കുന്നു. അതേതാണ്? കർത്താവിൻ്റെ വരവെങ്കിലാണ്. അതിനുവേണ്ടി കാത്തിരിക്കണം. അതിനുവേണ്ടി കാത്തിരിക്കണമെങ്കിൽ ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിക്കണം. അത് വർജിച്ചിട്ട് സുബോധത്തോടെ ജീവിക്കണം. മാത്രമല്ല നീതിയോടെ ജീവിക്കണം. നേരോടെ, ലിവ് റൈറ്റസ്ലി, നേരോട് ജീവിക്കുക. ഇട്ടിയേരാവശി കെ വി ജോസഫ് പഴഞ്ഞിയിൽ താമസിച്ച, തൃശ്ശൂർ ജില്ലയിലെ പഴഞ്ഞിയിൽ കുന്നംകുളത്തിനടുത്ത് താമസിച്ച, ഏതാണ്ട് 85 മരിച്ചു പോയൊരു ഭക്തനായ ദിവസം. അദ്ദേഹം ഒത്തിരി പാട്ട് എഴുതിയിട്ടുണ്ട്. ഒത്തിരി. അതിൻ്റെ പിതൃത്വം വേറെ പലരും ചുളുവിൽ അടിച്ചു മാറ്റി അവകാശപ്പെടുന്നുണ്ട്. അതെൻ്റെ വിഷയമല്ല, പോട്ടെ. ആ ദിവാസൻ ഒരു പാട്ട് എഴുതിയില്ല, അതും പ്രസിദ്ധമാണ്. പഠിച്ച ദുഃഖത്താൽ പോരാട്ടമാകിലും നേരോടെ ജീവിച്ച് ആർത്തൽപ്പെടി ഞാൻ ആശ്വസിക്കും. നേരോടെ ജീവിച്ച് വലിയ ദുഃഖം കൊണ്ട് പോരാട്ടമായാലും ഞാൻ നേരോട് ജീവിക്കും. ഇന്ന് നാടോടുമ്പോൾ നടുവേ ഓടുന്ന സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. മാത്രമല്ല, ഇങ്ങനെയും വളഞ്ഞും പൊളഞ്ഞും പോകാം എന്ന് ചിന്തിക്കുന്ന സമൂഹമുണ്ട്. പോട്ടെ. എന്നാൽ കർത്താവിനെ കാത്തിരിക്കുന്നവർക്ക് ഒരു വളവുമില്ല. ഈ ഡോളറിൻ്റെ ചിഹ്നത്തിന് ഇപ്പം രൂപയ്ക്കും ഒരു അടയാളം ചിഹ്നം കണ്ടുപിടിച്ചല്ലോ. അതുപോലെ ചില നാണയങ്ങൾക്ക് ചില ചിഹ്നമുണ്ട്. ഡോളറിന്, അമേരിക്കൻ ഡോളറിന് ഒരു എസ്, ഇംഗ്ലീഷിലൊരു എസ് ഇട്ടിട്ട് അതിന് കുറുക്കെ ഒരു വരയാണ്. അതുപോലെ വളഞ്ഞുകൂടി അതിൻ്റെ ഇടയ്ക്ക് നേരെ പോകുന്നത് ആ ക്രിസ്തീയ മാർഗം. അതാ റൈറ്റസ്. അനീതിയുടെ മാർഗമല്ല. അനീതി ചെയ്യുന്നവൻ ആരും അവിടെ കാണത്തില്ല.
നേരോടെ. സ്തോത്രം. മാത്രമല്ല അടുത്തൊരു വാക്ക് പറഞ്ഞു, ദൈവഭക്തിയോടെ ജീവിക്കും. സുബോധത്തോടെ, നീതിയോടെ, ദൈവഭക്തിയോടെ. ദൈവഭക്തിക്ക് ഇംഗ്ലീഷിൽ പറയുന്നത് ഫിയർ ഓഫ് ഗാഡാണ്. ഫിയർ ഓഫ് ഗാഡ്. ഇന്ന് ചുക്കാന്നോ ചൂണ്ടാമ്പാന്നോ അറിയാതിരിക്കുക. അല്ലെങ്കിൽ ദൈവഭയമില്ലല്ലോ. 110 സങ്കീർത്തനത്തിൻ്റെ 120 വാക്യത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിങ്ങളുടെ ഭയം നിമിത്തം എൻ്റെ ദേഹം രോമാഞ്ചം കൊള്ളുന്നു. നിങ്ങളുടെ ഭയവിനെ രോമാഞ്ചമണിയിക്കുന്നു, ഞാൻ വിറയ്ക്കുന്നു. നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ, എന്നെ സന്നിൽ വിറയ്ക്കുകയില്ലയോ എന്ന് ഇരിമ്യാവിൻ്റെ പ്രവചനത്തിൽ നാം വായിക്കുന്നു. എവിടെ? ഇന്നത് കാണാനില്ലല്ലോ. നമ്മുടെ സംസാരത്തിലോ നമ്മുടെ പെരുമാറ്റത്തിലോ പ്രവൃത്തിയിലോ ദൈവഭയം തൊട്ടു വച്ചിട്ടില്ലല്ലോ. നെഹമ്യാവ് ഒരിക്കൽ പറഞ്ഞു, ഞാനോ മറ്റനേക ദേശാധിപതികൾ ജനത്തെ ഭാരപ്പെടുത്തിയപ്പോൾ അവൻ പറഞ്ഞതാണ്, ഞാനോ ദൈവഭയം നിമിത്തമായത് ചെയ്തില്ല. ദൈവഭയം. യോസഫ് ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ടാണ് അവൻ പാപത്തിന് ഓടി അകന്നത്. ദൈവഭയം. ദാവീദ് പ്രാർത്ഥിച്ചു, നിന്റെ നാമത്തെ ഭയപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ ഏകാഗ്രമാക്കണമേ, നിന്റെ നാമത്തെ ഭയപ്പെടാൻ. ദൈവഭയമുള്ളവരായി എന്നെ കാണുന്നവനെ, എൻ്റെ നടപ്പും, ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചല്ലോ, എൻ്റെ കിടപ്പും നടപ്പും ഇരിപ്പും എല്ലാം നീ അറിയുന്നു. നീ അറിയാതെ ഒരു വാക്കും എൻ്റെ നാവിന്മേലില്ല. എന്നെ എപ്പോഴും കാണുന്ന ഒരാൾ ഉണ്ട് എന്നുള്ള ബോധം എനിക്കുണ്ടെങ്കിൽ ആ ആളിനെ കുറിച്ചുള്ള ഒന്നും, അല്ലെങ്കിൽ ആ ശങ്കയാലെങ്കിലും ഞാൻ ജീവിക്കും. ശങ്ക അല്ലെങ്കിൽ ആളെന്നെ കാണുന്നുണ്ട്, ഞാൻ സൂക്ഷിക്കണം എന്ന ബോധം അതില്ലല്ലോ. ദൈവഭക്തിയോടെ പൗലോസ് പറഞ്ഞു, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ മനസ്സുള്ളവർക്കെല്ലാം ഉപദ്രവമുണ്ട്. ഭക്തിയോടെ. ഇന്ന് ഭക്തിയുടെ വേഷമുണ്ട്, ഭക്തിയുടെ പ്രകടനമുണ്ട്. പക്ഷേ ദൈവഭക്തിയുണ്ടോ? ശാസ്ത്രിമാരെയും പരീശന്മാരെ കുറിച്ച് മത്തായിയുടെ സുവിശേഷത്തിലെ ഏതാണ്ട് ഒരു അധ്യായം മുഴുവൻ കർത്താവ് അങ്ങ് വിമർശിച്ചു. കാപ്പട ഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ മുഴുവൻ ഓരോ വിഷയങ്ങൾ പറഞ്ഞു. അതുപോലെ ഇന്ന് യേശുക്രിസ്തുവിൻ്റെ പേര് പറയുന്ന ആളുകളെ ഇന്ന് കർത്താവ് ഉണ്ടായിരുന്നെങ്കിൽ അതുപോലെ പറയത്തില്ലായിരുന്നു. വേറൊരു ഭാഗത്ത് പറഞ്ഞു, എന്നോടുള്ള അവരുടെ ഭക്തി മനപ്പാടമാക്കിയ മാനുഷകൽപ്പനകളാത്രേ. ഇതല്ലേ സത്യം? ഉപദേശം വേണ്ട. ഞാൻ നേരത്തെ അത് പറഞ്ഞു. എന്നാലൊരു സത്യം ഒരു വാക്കൂടെ പറയാം. വേദപുസ്തകത്തിലെ പ്രത്യേകിച്ച് ഏഴേ ലേഖനങ്ങൾ, 1, 2 തീമോഥെയോസ്, തീത്തോസ്, ഈ ലേഖനങ്ങളിൽ 16 പ്രാവശ്യത്തിലധികം ഉപദേശം തന്നെ തറപ്പിച്ചു വന്നു. ഉപദേശത്തെക്കുറിച്ച് പറയുന്നു. ടീച്ചിങ് അല്ലെങ്കിൽ ഉപദേശം അല്ലെങ്കിൽ ഡോക്ട്രിൻ 16 പ്രാവശ്യം. ഉപദേശം വേണ്ട. ഞാനൊന്ന് പറയട്ടെ, കാലം മാറിയതിനനുസരിച്ച് നമ്മുടെ ചിന്താഗതി മാറിയാൽ ദൈവത്തിനൊരു നഷ്ടവുമില്ല. നാം നഷ്ടപ്പെടുക. ലോകത്തിൽ സുബോധത്തോടെ, നീതിയോടെ, ദൈവഭയത്തോടെ, ദൈവഭക്തിയോടെ നാം ജീവിക്കാൻ ആത്മാവ് നമ്മെ ബുദ്ധി ഉപദേശിക്കും. അല്ലെങ്കിൽ ദൈവകൃപ നമ്മെ ബുദ്ധി ഉപദേശിക്കുന്നു. അപ്പോൾ നാം അതിന് വഴങ്ങിയാൽ, അല്ലെങ്കിൽ സുബോധത്തോടെ, നീതിയോടെ, ദൈവഭക്തിയോടെ, യഥാർത്ഥ ദൈവഭക്തിയോടെ നാം ജീവിച്ചാൽ ധന്യരായി, നാം ശ്രേഷ്ഠരായി. യഥാർത്ഥ ദൈവത്തെക്കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. പക്ഷേ സമയം കുറച്ചും കൂടെ നിർത്തട്ടെ. ഇപ്പോൾ തന്നെ സമയം വൈകിപ്പോയി. യാക്കോബ് പറഞ്ഞു, പിതാവായ ദൈവത്തിന് മുൻപാകെ
ശുദ്ധവും നിർമ്മലവുമായ ഭക്തി ഏതെന്ന് 1-ാം അധ്യായത്തിൽ താൻ പറഞ്ഞാൽ, യാക്കോബിൻ ലേഖനം 1-ാം അധ്യായത്തിൽ പറഞ്ഞതാണ് ശുദ്ധവും നിർമ്മലമായ ഭക്തി ഏതെന്ന്. അത് മനുഷ്യരാരും ചിന്തിക്കുന്നില്ലല്ലോ. 1-ാം വാക്യം, പിതാവായ ദൈവത്തിന് മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതും ആകുന്നു. പിതാവായ ദൈവത്തിന് മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തി, ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നു. ഒരു മാലിന്യവും ഏശാതെ, ഒരു കറയും ഏശാതെ ജീവിതത്തെ കാത്തുകൊള്ളുന്നതാണ് യഥാർത്ഥ ഭക്തി. മാത്രമല്ല, മറ്റുള്ളവരെ, ഇവിടെ പറഞ്ഞ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ മറ്റു വാക്കുകൾ പറഞ്ഞാൽ കഷ്ടപ്പെടുന്നവരെ, മറ്റുള്ളവരുള്ള സഹജീവികളുള്ള സഹതാപവും അനുതാപവും, അവരെ കരുതുന്ന, സ്വന്തം കാര്യം മാത്രം നോക്കുകയല്ല, മറ്റുള്ളവരെ കരുതുന്ന, അതേ സമയത്ത് ലോകത്തുള്ള കളങ്കം പറ്റാതെ സൂക്ഷിക്കുന്ന ക്രിസ്തീയ ജീവിതം. പ്രിയമുള്ളവരെ, നാം വിശ്വസിച്ച സമയത്തേക്കാൾ നമ്മുടെ വീണ്ടെടുപ്പടുത്തു. കർത്താവ് ലോക സംഭവങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്നു. ഞാൻ ആരംഭത്തിൽ പറഞ്ഞ പോലെ മധ്യപൂർവദേശത്തെ സംഭവങ്ങൾ ഒരു സത്യത്തെ വിളിച്ചറിയിക്കുന്നു. എൻ്റെ കർത്താവ് വാതിൽക്കൽ, എൻ്റെ കർത്താവ് വാതിൽക്കലായി, ഇനി പെരയ്ക്കകത്തോട്ട് കയറിയാൽ മതി. അങ്ങനെ ഇരിക്കെ ഈ വലിയ വളരെ ഭാഗ്യകരമായ, ശ്രേഷ്ഠമായ, അതിശ്രേഷ്ഠമായ, ലോകത്തിൽ ആർക്കും തരാൻ കഴിയാത്ത ഒരു ഭാഗ്യം, നിത്യകാലം കർത്താവിനോടിരിപ്പാൻ ഉള്ള ഭാഗ്യം കൃപയാൽ മാത്രം നമുക്കൊരുക്കിയിരിക്കുക. അതിൽ നിന്ന് ഒരു ശക്തി നമ്മെ അകറ്റാതെ, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മെ അകറ്റുവാൻ സാധ്യതയുള്ള ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിച്ച്, അതിനെക്കുറിച്ച് നമ്മൾ വിശദമായി ചിന്തിച്ചു, ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. വർജിച്ചിട്ട് ദൈവഭക്തിയോടെ, അല്ലെങ്കിൽ സുബോധത്തോടെ, നീതിയോടെ, ദൈവഭക്തിയോടെ ജീവിച്ച് കർത്താവിനെ പ്രസാദിപ്പിച്ച് അവൻ വരുമ്പോൾ അവൻ്റെ കൂടെ അവനോട് ചേരുന്നത് എത്ര ഭാഗ്യം. അതിനായി നമുക്കൊരുങ്ങാം. ഇപ്പോൾ ഒരു പഴയ പാട്ടിങ്ങനെയുണ്ട്, പറഞ്ഞു പിടിക്കുകയാണെങ്കിൽ പാടാൻ പറ്റുകയില്ല. പ്രിയൻ വരുമ്പോൾ അവൻ്റെ കൂടെ പറന്നുപോയാൽ മതി എനിക്ക്, പറന്നിടുവാൻ ബലൻ വേണ്ടതായ ബലൻ ലഭിച്ചാൽ മതി എനിക്ക്. ഒരു തലമുറ ആ പാട്ട് പാടി ആനന്ദിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. ഇന്ന് ആരും പാടത്തില്ല. ഇന്ന് അതല്ല ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോയി. എന്നാൽ ട്രാക്കിലേക്ക് മടങ്ങി വരാം. പ്രിയൻ വരുമ്പോൾ അവൻ്റെ കൂടെ പറന്നു പോകുവാനുള്ള ബലം ധരിക്കാം. ഭക്തികേടും പ്രപഞ്ചവും വർദ്ധിക്കാം. സാക്ഷാൽ സുബോധമുള്ളവരായി, സാക്ഷാൽ നീതിമാന്മാരായി, സാക്ഷാൽ ദൈവഭക്തന്മാരായി ലോകത്തിൽ നമുക്ക് ജീവിക്കാം. കർത്താവിനെതിരേക്കാൾ ഒരുങ്ങാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. കർത്താവേ, സ്നേഹവനായ സ്വർഗീയ പിതാവേ, നല്ല സമയത്തിനായി സ്തോത്രം. നാഥ, ദൈവകൃപയുടെ രണ്ട് വിധത്തുള്ള പ്രവൃത്തി വിശദമായി ചിന്തിപ്പാൻ ഞങ്ങൾക്ക് അവിടുന്ന് അവസരം തന്നു. കർത്താവേ, ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി, ഞങ്ങളുടെ കർത്താവിൻ്റെ പ്രത്യക്ഷയ്ക്കായി കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹവും വർജിച്ച് ഒരു കാരണവശാലും അത് ഞങ്ങളെ തീണ്ടാതെ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും ജീവിച്ച് നാഥ, യഥാർത്ഥമായി ഞങ്ങളുടെ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്ന വിശുദ്ധന്മാരായി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ നാട്ടിനെ ശ്രദ്ധിച്ച എൻ്റെ പ്രിയപ്പെട്ടവരെ എല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആരും നഷ്ടപ്പെട്ടു പോകാതെ അങ്ങനെ കാണുവാൻ കൃപ തരണമേ. നാഥ, നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.